ചിത്രങ്ങൾ, ആ കുട്ടികളുടെ മുഖങ്ങൾ നമ്മളെ മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ആരുടെ മനസ്സാ വേദനിക്കാതിരിക്കുക. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ലോകം മുഴുവൻ ഈ ഇസ്രായേലിനോട് നിർത്താൻ പറഞ്ഞല്ലോ. ഇപ്പോൾ UN പറഞ്ഞു ഹമാസിൻ്റെ ടാങ്ക് എവിടെ, ഹമാസിൻ്റെ പട്ടാളക്കാരെവിടെ, ഹമാസിൻ്റെ എത്ര പേര് കൊല്ലപ്പെട്ടു എന്ന ചർച്ച തന്നെ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. എന്നാൽ വേറൊരു ഭാഗത്ത് വേദനയുടെ നാളുകളാണ് ഫലസ്തീനിൻ്റെ മണ്ണിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. 100 ദിവസം പിന്നിട്ടു എന്ന് പറയുമ്പോൾ എത്രമാത്രമായിരിക്കും അവിടുത്തെ ആളുകൾ അനുഭവിച്ചിട്ടുണ്ടാകുന്ന മാനസികാവസ്ഥ, അവരനുഭവിക്കുന്ന പ്രയാസം. ഈ 100 ദിവസം പിന്നിട്ട് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ ഇതിനെ ഒന്ന് വിലയിരുത്താൻ പറ്റും? അല്ല, ഈ ഒരു കാര്യത്തിൽ നമുക്ക് ആലോചിക്കുമ്പോൾ സങ്കടവും വിഷമവും, നമുക്ക് പറയാൻ തന്നെ പ്രയാസമുള്ള ചിത്രങ്ങൾ, ആ കുട്ടികളുടെ മുഖങ്ങൾ നമ്മളെ മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ആരുടെ മനസ്സാ വേദനിക്കാതിരിക്കുക. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ലോകം മുഴുവൻ ഈ ഇസ്രായേലിനോട് നിർത്താൻ പറഞ്ഞല്ലോ. ഇപ്പോൾ UN പറഞ്ഞു, അതുപോലെ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ഇയാൾ കേൾക്കണില്ല. ധാർഷ്ട്യത്തോടു കൂടി എന്ത് ചെയ്യാണ്, ഞങ്ങൾ വിചാരിച്ച വഴിക്കന്നെ എന്ത് ചെയ്യും, മുന്നോട്ട് പോകുന്നുള്ള ഒരു ധാർഷ്ട്യമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാ സ്വേച്ഛാധിപതികൾക്കും എവിടെയും ഒരു പ്രിവിലേജ് ഉണ്ട് എന്നുള്ളതാണ്. അതാണ് എനിക്ക് ഇതിന് തോന്നുന്നത്. ആ പ്രിവിലേജ് എന്താണെന്ന് ചോദിച്ചാൽ, അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണെന്ത്, ഈ ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഈ ഒരു നിലപാട്. അതായത് ഒരു മറുപക്ഷത്ത് ഒരു മുസ്ലിമോ, മുസ്ലിം സംഘമോ, മുസ്ലിം രാഷ്ട്രമോ ആ ആളുകളോ ആണ് എങ്കിൽ അതിൻ്റെ ആ വിഷയത്തിൽ അവരെ പീഡിപ്പിക്കും, പ്രയാസപ്പെടുത്തും ചെയ്യുകയാണെങ്കിൽ ആ ആളുകൾക്ക് ലോകത്ത് മൊത്തത്തിലൊരു പ്രിവിലേജ് ഉണ്ട്. അവരെന്ത് ചെയ്താലും അതിന് ആ രീതിയിൽ ചോദ്യം ചെയ്യാനും തിരുത്താനും ലോകം തന്നെ തയ്യാറാകാത്ത ഒരു പ്രിവിലേജ് ഈ ആളുകൾക്ക് മൊത്തത്തിലുണ്ട്. അത് നമ്മുടെ രാജ്യത്ത് നമുക്ക് കാണാൻ കഴിയില്ലേ. അപ്പോൾ നമ്മുടെ രാജ്യത്ത് തന്നെ നമുക്ക് ഒരു കുറ്റവാളി ഒരു മുസ്ലിം പേരുള്ള ആളാണ് എങ്കിൽ അവിടെ കേസെടുക്കാനും എടുത്ത കേസ് പിന്നെ അന്വേഷിക്കാനും ഒക്കെ ഒരു അമാന്തമാണ്. അല്ല, വേഗതയാണ്. പെട്ടെന്ന് എന്ത് ചെയ്യും, അതിൽ കേസെടുക്കും, കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. ഒരുപാട് അലിഗേഷൻസ് വരും, കഥകൾ മെനയും എല്ലാം വരും. എന്നാൽ പേര് മാറിക്കഴിഞ്ഞാലോ, ഇപ്പം നമ്മളെ നാട്ടിൽ തന്നെ ആ ട്രെയിൻ കത്തിയത്, എലത്തൂരിലെ ട്രെയിൻ കത്തിയ പ്രതിനെ പിടിച്ചപ്പോൾ അവൻ റാഡിക്കലൈസ് ചെയ്യപ്പെട്ട വ്യക്തിയാണ്, അവൻ ഷഹീൻ ബാഗ് എന്ന് വരുന്ന വ്യക്തിയാണ്, ജാക്കിർ നായിക്കിൻ്റെ ആളാണ് എന്നൊക്കെ പറഞ്ഞു. എന്നാൽ അതേ ട്രെയിൻ തന്നെ കണ്ണൂരിൽ നിന്ന് വെച്ച് കത്തിയപ്പോൾ പുഷൻജിത്ത് എന്ന് പറഞ്ഞ ആളാണ് അതിൽ പിടിക്കപ്പെട്ട്. അവൻ ഭിക്ഷക്കാരനാണ്, മാനസിക രോഗി, എട്ടക്ക് മാനസിക രോഗിയാണ്. ഇത് കേരളത്തിൽ കാണുന്ന, നമ്മൾ മൂക്കിൻ്റെ മുമ്പിൽ കാണുന്ന സംഭവം. നമ്മൾ മൊത്തം ഉത്തരേന്ത്യയിലെ കാര്യങ്ങൾ പറയും വേണ്ട. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രശ്നം കളമശ്ശേരി വിഷയമൊക്കെ നമ്മുടെ മുമ്പിൽ. അപ്പോൾ ഇത് ഈ ഒരു നെറേറ്റീവ് ഉണ്ടല്ലോ, ഇത് ലോകത്തും അങ്ങനെ തന്നെയാണ്. ഇതിവിടെ ഫലസ്തീനിൽ കൂടുതൽ എന്താണ്, ഒരു മുസ്ലിങ്ങളാണ്, ആളുകളാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മറുപക്ഷത്തുള്ള ആളുകൾ അവരെ എന്ത് ചെയ്താലും അത് ചോദ്യം ചെയ്യാനും അവരെ കൊണ്ട് തിരുത്തിപ്പിക്കാനും കഴിയാത്തൊരു സാഹചര്യം, നിസ്സഹായത ഉണ്ട്. അത് ഈ സ്വേച്ഛാധിപതികൾക്ക് കിട്ടുന്ന ഒരു വലിയ പ്രിവിലേജ് തന്നെയാണ്. നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, നമുക്കിത് സംസാരിച്ചു കൊണ്ടിരിക്കേ പറ്റുള്ളൂ. കാരണം ഈ ഒരു വിഷയത്തെ ജനങ്ങൾ മറന്നു പോകരുത്, ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുക, സംസാരിച്ചു കൊണ്ടിരിക്കുക. അതോടൊപ്പം തന്നെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഈ മക്കൾക്ക് വേണ്ടി, ഈ ഒരു രാജ്യത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, സുരക്ഷിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ ഇവിടെ സംഭവിക്കാൻ പാടില്ലാത്ത രണ്ട് കാര്യം, ഒന്ന് ഇത് മറ്റു GCC രാഷ്ട്രങ്ങളിലേക്ക് കൂടി വ്യാപിക്കുന്ന ഒരു നിലപാടില്ലാതിരിക്കാൻ പിന്നെ മറ്റു മുസ്ലിം രാഷ്ട്രങ്ങളൊക്കെ വളരെ ജാഗ്രത പാലിക്കുന്നുണ്ട്. അപ്പോൾ അത് പടർന്നു പന്തലിക്കാതെ ആ വിഷയം ഇവിടെ നിന്നും അവസാനിപ്പിച്ച് ഇവിടെയും നിർഭയത്തുണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടാവുകയാണ് ശരിക്കും വേണ്ടത്. അതോടൊപ്പം തന്നെ ഈ വിഷയം വെച്ചുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിലും നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും മലയാളികൾക്കിടയിലുമൊക്കെ ഇത് പല രീതിയിൽ അവരവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മുതലെടുക്കുന്ന, ഈ വിഷയത്തെ വെച്ച് മുതലെടുക്കുന്ന സംഭവങ്ങളും അപൂർവമായിട്ടൊക്കെ രാഷ്ട്രീയ രീതിക്കും മറ്റു കാര്യങ്ങൾക്കും മതപരമായ തെറ്റായ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും ഒക്കെ ഇത് ഉപയോഗപ്പെടുത്തുന്ന ചില രംഗങ്ങളും നമ്മൾ കാണുന്നുണ്ട്. ഈ രണ്ട് സമീപനങ്ങളും പാടില്ല. ഇത് ഈ ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഈ നരനായാട്ട് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള സമ്മർദ്ദം അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടാക്കാൻ ആവശ്യമായ സമീപനങ്ങൾ ചെയ്യേണ്ട ആളുകൾ, ഉത്തരവാദപ്പെട്ട ആളുകൾ ചെയ്യണം എന്ന് തന്നെയാണ് പറയുന്നത്. ഇതിലൊരൊറ്റ എനിക്ക് നിങ്ങൾ പറഞ്ഞ അവസാനം പറഞ്ഞൊരു കാര്യത്തിൽ ഒരു ചെറിയ ഭയപ്പാടിലാണ് ഞാനുള്ളത്. എന്നുവെച്ചാൽ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നൊരു കാര്യം, ഒരു ഭാഗത്ത് ഹമാസാണ് എന്നാണ് നമ്മൾ പറയുന്നത്, പക്ഷേ കൊല്ലപ്പെടുന്നത് മുഴുവൻ പലസ്തീനികളാണ്. ഹമാസിൻ്റെ ടാങ്ക് എവിടെ, ഹമാസിൻ്റെ പട്ടാളക്കാരെവിടെ, ഹമാസിൻ്റെ എത്ര പേര് കൊല്ലപ്പെട്ടു എന്ന ചർച്ച തന്നെ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. എന്നാൽ വേറൊരു ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഇറാനും ഹൂത്തികളും
ഹിസ്ബുള്ളയും എല്ലാം കൂടെ ഇവരാണ് ഒരു സംരക്ഷണ കവചമായിട്ട് ഇപ്പോൾ രൂപപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഇവർ ഒരു മുസ്ലിം സ്പിരിറ്റോടെ ചെയ്യുന്നൊരു കാര്യമാണോ എന്ന് ചോദിച്ചാൽ നേരത്തെയും മുസ്ലിം രാജ്യങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, ഈ രീതിയിലുള്ള പരിദേവനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ സമയത്തൊന്നും നൽകപ്പെടാത്തൊരു സഹായമാണിപ്പോൾ ഈ നൽകുന്നത്. ഇതേ ഒരു ശക്തിയെ ഒരു തരത്തിലുള്ളൊരു മുസ്ലിം ലോകത്തുണ്ടാകുന്ന ഒരു അച്ചുതണ്ട് ശക്തിയായി മാറുകയും അവരെ മുസ്ലിം രാജ്യങ്ങൾക്കെതിരെ ഇപ്പോൾ വേറൊരു തലത്തിനും നോക്കിയാൽ അറിയാം, സൗദി സഹായിക്കുന്നില്ല, അല്ലെങ്കിൽ ഖത്തർ സഹായിക്കുന്നില്ല, കുവൈത്ത് സഹായിക്കുന്നില്ല എന്ന രൂപത്തിലുള്ളൊരു പ്രചരണം ഒരു ഭാഗത്തുണ്ട്. ഇവരെ അത്തരത്തിലുള്ള ഒരു ലോബിയിങ് നടത്തിയിട്ട് മുസ്ലിം രാഷ്ട്രങ്ങൾക്കെതിരെ തന്നെ ഉപയോഗിക്കപ്പെടാവുന്ന ഒരു മനോനില ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളത് ഭയപ്പെടേണ്ട ഒന്നാണ്. എന്നാൽ അതേസമയം നമുക്ക് യൂറോപ്യൻ രാജ്യങ്ങൾ കാണുന്നതെന്ന് വെച്ചാൽ അവിടെ ജനകീയമായ രീതിയിലും പാർലമെൻറ്റുകൾക്കകത്തും പാർട്ടികൾക്കകത്തും ഒക്കെ തന്നെ പലസ്തീൻ അനുകൂലമായിട്ടുള്ള വികാരം ഉണ്ടാക്കപ്പെടുന്നുണ്ട്. പല പാർലമെൻറ്റ് അത്തരം ഇത് പാസ്സാക്കപ്പെടുന്നുണ്ട്, പ്രസംഗങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ സൗത്ത് ആഫ്രിക്ക എന്ത് ചെയ്തു, കേസ് കോടതിയിൽ എന്ത് ചെയ്തു, എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രതീക്ഷകൾക്ക് ഒരു വകയുണ്ട്. ഏത് ഭാഗമായിരിക്കും നാളെ ഉയർന്നു വരിക എന്നുള്ള അനുസരിച്ചിരിക്കുന്ന അർത്ഥം. ഈ ഫലസ്തീന് തകർന്നപ്പോഴൊക്കെ പുനർനിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മറ്റു മുസ്ലിം രാഷ്ട്രങ്ങൾ, പ്രത്യേകിച്ച് സൗദി അറേബ്യൻ്റെ എത്ര കണക്കിന് കാശാണ് അവിടെ ചെലവഴിക്കപ്പെട്ടിട്ടുണ്ട്. അത് വളരെ അന്യനിമിഷം പഴയ പോലെ ആയി വരാറുള്ളത് അങ്ങനെയുള്ള ഫണ്ടിങ് കൊണ്ട് തന്നെ. നമ്മുടെ ഈ സ്പോട്ട്ലൈറ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഫലസ്തീൻ വിഷയത്തിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള സമ്മർദ്ദം കൂടുതൽ ശക്തിപ്പെടേണ്ടതുണ്ട്. ഫലസ്തീനിനു വേണ്ടി ലോകം മുഴുവൻ ഒന്നിക്കുകയാണ് വേണ്ടത്. സ്വേച്ഛാധിപതികളായി നിൽക്കുന്ന ഇസ്രയേൽ ആരുടെ നിർദ്ദേശങ്ങളും അംഗീകരിക്കാതെ മുന്നോട്ട് പോകുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, നന്മകൾക്ക് വേണ്ടി പ്രതീക്ഷിക്കാം. ഇവിടെ ഈ സ്പോട്ട്ലൈറ്റ് ഇവിടെ സമാപിക്കുകയാണ്. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി. അടുത്ത തിങ്കളാഴ്ച വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.